21 ടേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, KSRTC സ്റ്റാൻഡിൽ രാത്രി 2 മണിക്കാണ്. 2 മണിക്ക് പോകുമ്പം മുഴുവൻ മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ ഇതിനിടയ്ക്ക് കമന്റ്സ് ഉണ്ട്, ഇവൻ ഈ പണിയൊന്നും അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ വേറെത്തിന് ഇവനൊക്കെ ആരാ പോലീസ് എടുത്ത് കുള്ളനെയൊക്കെ. 20ാമത്തെ ടേക്കിൽ 21-ൽ ഇത് ഓക്കെ വിളിച്ചു. അപ്പൊ ഞാൻ ഉറക്കെ പറഞ്ഞു, സാർ 1 more. അപ്പൊ അവര് വിചാരിച്ചോട്ടെ ഞാനും കൂടെ സഹരിച്ചോട്ടെ ഈ 1 more കളി. ഫീനിക്സിലെ വിഷ്ണു ആ വിരല് മോൾ ഒടിക്കില്ലേ, അപ്പൊ എന്റെ റിയാക്ഷൻ വേണം. എന്റെ ജീവിതത്തിൽ എന്റെ മുമ്പിൽ നിന്ന് ആരും ഇതൊരു വിരൽ ഒടിച്ചിട്ടില്ല, എനിക്ക് റിയാക്ട് അറിയില്ല. 40 ടേക്ക് പോയി. ഓ മൈ ഗോഡ്. മമ്മൂട്ടി സാറിന്റെ ഒരു വേഷം ചെയ്തിട്ടില്ലായിരുന്നു, കണ്ടുകൊണ്ടേൻ ചെയ്യുന്ന സമയത്തും കോൺഫിഡൻസോടെയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അതിന്റെ ഔട്ട് എന്താന്ന്. അതിൽ ഭഗത്തിന്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പറയില്ല, പക്ഷെ പട്ടിക എല്ല് കടിച്ചു പിടിച്ച് നിൽക്കില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു തുണി വയസ്സ്. അതിനോട് ഞാൻ ഭയങ്കര ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സാജൻ ബേക്കറിയുടെ ഒരു ക്യാരക്ടറിന് ജെൻഡർ കൺഫ്യൂഷൻ ഉള്ളൊരു വ്യക്തി പ്ലേസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ അതിനൊരു ഗ്രാവിറ്റി ഉണ്ടാവില്ല. കഥ പോലെ തന്നെയുണ്ടല്ലോ. സോറിടാ, ഞാൻ വിചാരിച്ചു നീ അടുത്ത മറ്റേ മോണിറ്റർ നോക്കിട്ട്. ഇപ്പൊ ഞാൻ നിഖിലയുടെ ഒരു പടം ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡയറക്ടർ അവിടെ നിന്ന് വരിക. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണെന്നറിയോ, അടുത്ത് വന്നിട്ട് പറയുമ്പോൾ നാട്ടുകാരിക്കും തെറി വിളിക്കാതെ. ശശി തരൂര്, പൃഥ്വിരാജ് സുകുമാരൻ, അത് കഴിഞ്ഞ കൊറേ ഞാൻ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ. അത് നിന്നെ ഏറെ വിടാനുള്ള കേട്ടോ. 5 നിന്നെ ഒന്ന് ഏറെ വിടാൻ റോക്കറ്റ് കെട്ടി പഞ്ഞിയൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഞാൻ അരുൺ ചന്ദ്രന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. ക്ലാസ്സോ? നമ്മുടെ ഇവിടെ ഞാൻ 5 പേരെ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. മലർവാടി എന്ന് പറഞ്ഞ പുതുമുകളെ വെച്ചൊരു സിനിമ ചെയ്തത്. ദിലീപേട്ടൻ അന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മരിച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് പാക്കപ്പ് പാർട്ടി ഉണ്ടായിരുന്നു. അന്ന് ചേട്ടൻ വന്നു, നമ്മളാരും മനസ്സിലായില്ല. മരിച്ച് അഭിനയിച്ചിട്ട് രൂപം മാറിപ്പോയി. എല്ലാ ഗ്യാങ്ങിലും ഒരു അജു ഉണ്ടെന്നാണ് ഈ വീഡിയോയുടെ ക്യാപ്ഷൻ. ആക്ച്വലി ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ. അത് മിത്താണ്, മിഥ്യാധാരണയാണ്. ഏതവനാണ് കൂട്ടുകാരന് ഇഷ്ടപ്പെട്ട എല്ലാം കൂടെ കേട്ടർ ചെയ്ത് കൊടുക്കുന്നത്? എന്റെ ഇതാണ്, അവന് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടമില്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ട ആക്ച്വലി ഫ്രണ്ട്സ് അങ്ങനെ. അജുചേട്ടന് ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ട്. അത് ഞാൻ അജുചേട്ടനോട് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്താ നോക്കിയാലോ, ഇവിടെ ഒരാൾ വരും അജുചേട്ടനെ കാണാൻ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ ആളാണ്. 1, 2, 5, 10 അല്ല, 15 വർഷമായി നമ്മളെ ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഇപ്പോഴത്തെ സീരിയസ് വേഷങ്ങളൊക്കെ ചേർന്ന് നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അജു വർഗീസ്. അജു ചേട്ടാ, സ്വാഗതം. താങ്ക് യു. പറഞ്ഞ പോലെ 1, 2, 5, 10 ഒന്നുമല്ല, 15 വർഷമായി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പാടാല്ലേ. മലർവാടിയിലൂടെ നമ്മൾ കോവിഡ് കൊണ്ടുപോയിട്ടോ. 1 വർഷം കോവിഡ് കൊണ്ടുപോയി. 14 ഉള്ളൂ. പക്ഷെ ആസ് ആൻ ആക്ടർ, ആസ് എ പേഴ്സൺ നമ്മളെ കുറെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു വർഷമായിരിക്കില്ലേ അത്? തീർച്ചയായിട്ടും അല്ലേ? അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ ആ സമയത്ത് അറ്റൻഡ് ചെയ്തോ? ഞാൻ ജ്യോതിഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ കാണാൻ പോയിരുന്നു. ചേട്ടനല്ല, അദ്ദേഹം HOD ആണ്, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ഒരു നല്ലൊരു മെന്ററാണ്, ആക്ടിംഗ് ട്യൂട്ടറാണ്. ഒരു ദിവസം കാണാൻ പോയി, ഞാൻ സംസാരിച്ചു. എനിക്കും നമുക്ക് പേരെടുത്ത് പറയുന്നില്ല, അതേപോലത്തെ നടന്മാരെ പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റണം, ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എന്റെ ഡ്രീം തന്നെ കഥാപാത്ര വേഷങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാ ഭാവങ്ങളും മുഖത്ത് വരിക എന്നാണല്ലോ അഭിനയം. അപ്പൊ അത് എനിക്ക് കരച്ചിലും ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബേസിക്കലി. അപ്പൊ ഇത് അദ്ദേഹത്തിനോട് ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പോൾ കുറെ ഇന്ററാക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞു. കൂടുതലും സംസാരമായിരുന്നു. എന്നെ അറിയാൻ ശ്രമിക്കായിരുന്നു അദ്ദേഹം. അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതല്ല, കരച്ചിൽ വരുത്തല്ല, ഇത് 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 പരിശീലിപ്പിക്കാൻ എന്നിൽ എൻ്റെ ചില രീതികളൊക്കെ വെച്ച്, അല്ലെങ്കിൽ ആ രീതികൾ മാറ്റണം. നമ്മളൊരു ആക്ടറായി മാറണമെങ്കിൽ നമുക്കുള്ളിൽ നമുക്കൊരു ബ്ലോക്കേജ് ഒന്നും പാടില്ല. അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ലൈഫ് സ്റ്റൈലും കൊണ്ടല്ല, നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മളുടെ രീതികളും കാരണമാണ്. ചിന്താ രീതികളുടെയും നമ്മളുടെ സമീപനങ്ങളുടെയും പ്രശ്നമാണ്. അപ്പൊ അത് മാറ്റാതെ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ പറയും അത് നിർത്തണം എന്ന് പറയില്ല. അപ്പൊ അതുപോലെ പറഞ്ഞിരുന്നു. പക്ഷെ അത് എനിക്ക് എത്രയോ നാളായിട്ടുള്ള സിമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് മാറാതെ പറ്റൂല എന്ന് പറഞ്ഞു. സോ അത് ഞാൻ ഉപേക്ഷിച്ചു. ട്രൈ ചെയ്തു ഡെഫിനറ്റ്ലി. പക്ഷെ എന്നും നമുക്ക് അതിലും നല്ല ട്രൈ, അല്ലെങ്കിൽ ചുറ്റും റെഫറൻസുകളും എക്സാമ്പിളും നമ്മളുടെ ഇൻഡസ്ട്രിയിലെ സിനിമകൾ തന്നെയാണ്. നമ്മുടെ സീനിയേഴ്സും കണ്ടംപററീസും ചെയ്യുന്ന സിനിമകളും
ചെയ്യുന്ന പെർഫോമൻസസുമാണ്. അതിന്റെ ഭാഗമായിട്ടാണോ നമ്മുടെ മമ്മൂട്ടി സാറിന്റെ ഒരു വേഷം ചെയ്തിട്ടില്ലായിരുന്നു, കണ്ടുകൊണ്ടേൻ അതിന്റെ ഭാഗമായിട്ടില്ല, അത് ഭഗത്തും ചന്തുവും കൂടെ ഞങ്ങളിരുന്ന് ഒരുപാട് കഥകൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തോ എന്നോട് നിനക്ക് എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും, അപ്പൊ ഞാൻ അതിന്റെ ഭയങ്കര ഫാനാണ്. ആ കണ്ടുകൊണ്ടേയിരുന്ന ആ സീനിലെ അദ്ദേഹത്തിന്റെ ആ ഒരു ചുമ്മാ നമ്മൾ ഇടയ്ക്ക് എടുത്ത് കാണുന്നതാണ്. ഞാൻ പറഞ്ഞു കാണിക്കാമെന്ന് ചലഞ്ച് ചെയ്തപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് ഫുൾ കോൺഫിഡൻസിലാണ് ചെയ്തത്, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നു. ചെയ്യുന്ന സമയത്തും കോൺഫിഡൻസോടെയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിന്റെ ഔട്ട് എന്താന്ന്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ. പക്ഷെ ചന്തു അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഷൂട്ട് ചെയ്തത് ചന്തു ആയിരുന്നു, അരുൺ ചന്തു. അപ്പം എപ്പോഴോ ഈ കഴിഞ്ഞ ഡിസംബറിൽ എന്തോ അത് പോസ്റ്റ് ചെയ്തു. ചെറിയൊരു നമ്മൾ അതിനെ ഭയങ്കര ഫണ്ണായിട്ട് തന്നെ കാണുന്നത്. അതിൽ ഭഗത്തിന്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പറയില്ല, പക്ഷെ പട്ടിക എല്ല് കടിച്ചു പിടിച്ചതൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു തുണി വൈസ്. അങ്ങനെ ആക്ടേഴ്സ് ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള സീനുകളൊക്കെ നമുക്ക് ഫോണില്ലാതെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ആസ് എ ആക്ടർ നമുക്ക് ഗ്രോ ചെയ്യാൻ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ആകെ ജീവിതത്തിൽ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോരുത്തരുടെ രീതി ഒന്ന്, ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആക്ടർ അല്ല, എനിക്കത് പറ്റില്ല, എനിക്ക് മറന്നുപോകും. ഇപ്പൊ എൻ്റെ അടുത്ത് മുഴുവൻ കഥാപാത്രത്തിന്റെ ഇവിടെ നിന്ന് ഈ മുറി കയറി വന്ന് ഇവിടെ ഇതൊക്കെ ചെയ്ത് തിരിച്ചപ്പുറത്ത് പോയി പുറത്തെ സീനിൽ വന്നൊരു കാറിൽ വന്ന ഒരാളെ കണ്ട് അയാളുടെ കൂടെ സംസാരിച്ച് കയറി അപ്പൊ ഞാൻ ഡയറക്ടറോട് പറയും, ഇപ്പൊ നമുക്ക് എന്താ വേണ്ടേ, ഇപ്പൊ നമ്മൾ കയറി വന്ന് ഇവിടെ ഇരിക്കണം, അത്രയും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒറ്റ ഷോട്ടിൽ ഒരു പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാ, അവർക്ക് പാടുപെടും, അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്യാം. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സിംഗിൾ ഷോട്ട് ഒക്കെ ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് തന്നെയാണ്. ആദ്യം തന്നെ മലർവാടിയിലോട്ട് വരാം. മലർവാടി എന്ന് പറയുന്നത് അജുചേട്ടനെ സംബന്ധിച്ച് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ഇവന്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് മറ്റേ വർക്ക് ചെയ്യുന്നു, അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഓഡീഷൻ വരുന്നതെന്ന് അറിയുന്നു. അതുവരെ കൂട്ടുകാരനായിട്ട് കൊണ്ട് നടന്നിരുന്ന വിനീത് ശ്രീനിവാസൻ എന്താ പെട്ടെന്നൊരു നിമിഷം ഡയറക്ടർ ആവുന്നു. ആ ഒരു മെമ്മറീസിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ ഹ്യൂജ് മെമ്മറിയേക്കാൾ ഉപരി അതൊരു ലൈക്ക് യു സെഡ് ഇറ്റ്സ് എ ചെറിഷ് ചെയ്യാവുന്ന മൊമെന്റ് ആണ്. എനിക്ക് ഒരൊറ്റ സിനിമ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ എന്നും മെമ്മറബിൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഫിലിമാണ്. അന്ന് ചെയ്തതൊക്കെ നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ തടയുവാണ്. ആ മൊമെന്റ്സ് എപ്പോഴും മലർവാടിക്കേ ഉള്ളൂ. പിന്നെ ഇതിന്റെ എനിക്കറിയാവുന്ന ആളാണ്, എൻ്റെ സുഹൃത്താണ്, ഒരുമിച്ച് പഠിച്ചാണ്. അദ്ദേഹം സിനിമ ചെയ്യുന്ന കാര്യവും ഞാൻ ഇൻഫോംഡ് ആയിരുന്നു. അതിൽ ഞാൻ അസിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചോദിക്കാൻ. അപ്പോഴാണ് വളരെ ആക്സിഡൻ്റലായിട്ട് എന്നെ അതിലോട്ട് അഭിനയിക്കാൻ ക്ഷണിച്ചത്. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ വരിക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ എയിം, പിടിച്ചു കയറുക എന്നുള്ളത് കൊണ്ട്. ആക്ടിങ് എന്ന് പറയുന്നത് വഴിയാണെങ്കിൽ ആക്ടിങ് വഴി, അത് കഴിഞ്ഞിട്ട് വേറെ ഇതിലോട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ മലർവാടി ജോയിൻ ചെയ്തത്. ഓഡിഷൻ ഉണ്ടായിരുന്നു. അന്ന് ഭഗത്തായിരുന്നു എൻ്റെ കൂടെ ആദ്യമായിട്ട് ഓഡിഷൻ. ഞാനും ഭഗത്തുമായിരുന്നു ടീമപ്പ് ആയത്. നമ്മുടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ശ്രീജിത്ത് വിജയും ഭഗത്തും ഞാനുമായിരുന്നു ആ ഓഡിഷനിൽ ഉണ്ടായിരുന്നത്. 200-300 പേരുണ്ടായിരുന്നു. എല്ലാവരോടും 5-3 ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞു. നാച്ചുറലി എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല, സ്റ്റേജിൽ ഒന്നും ചെയ്ത്. പക്ഷെ ഭഗത്ത് പ്രതിഭ, ഭഗത്ത് അതായിരുന്നു പലപ്പോഴും. സ്കൂൾ തലത്തിലും അവൻ കോളേജിൽ പോയിട്ടുണ്ടോ? കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ എക്സ്റ്റംബർ ആയിട്ട് അവൻ ഉണ്ടാക്കിയൊരു സ്കിറ്റ് നല്ല രസമുള്ളൊരു സ്കിറ്റായിരുന്നു. എനിക്ക് ഓർമ്മയില്ല ഇപ്പം എന്തായിരുന്നത്. അപ്പൊ അതിലെന്തോ ഒരു കഥാപാത്രം എനിക്ക് തന്നു, ശ്രീജിത്തിനും കൊടുത്തു, ഇവനും ചെയ്തു. അത് ഭഗത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് അന്ന് ഓഡിഷൻ ഈസി ആയത്, സക്സസ്ഫുൾ ആയത്. അയാളൊരു ഗംഭീര ആക്ടറാണ്, ഭയങ്കര നാച്ചുറൽ ആക്ടറാണ്. ഹ്യൂമർ ടൈമിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് അയാൾ വരും. ഞങ്ങളുടെ ഇടയിൽ എവിടെയോ ഒരു സിങ്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി. അപ്പൊ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഓഡിഷൻ ഒക്കെ ആയി. അവിടുന്ന് ഒരു ട്രെയിനിങ് കോച്ചിങ് ക്യാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഓൺ സ്ക്രിപ്റ്റ്, മലർവാടിയുടെ സ്ക്രിപ്റ്റ് വെച്ച് വിനീത് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് അതാണ്. കാര്യം അദ്ദേഹത്തിന് അറിയാം 5 പുതുമുഖങ്ങൾ വരുമ്പോൾ ഇവർ 5 പേരും ക്ലൂലെസ് ആണെന്നുള്ളത് പുള്ളിക്കറിയാം. അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിരുന്നു. നമ്മുടെ തന്നെ ക്യാമറമാനായ സുഖു സാർ, പി സുകുമാർ, നമുക്കറിയാം അഴകിയ തൊട്ട് 6-ാം തമ്പുരാൻ തൊട്ട് രാവണപ്രഭുവും എല്ലാം നമ്മളുടെ ഫേവറേറ്റ് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള സുഖേട്ടൻ വന്നു. ഞങ്ങളുടെ DOP അദ്ദേഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും സീനിയറാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഉള്ള ഒരു ഐസ് ബ്രേക്കിംഗ് അദ്ദേഹം നടത്തി. നാളെ സെറ്റിൽ പോയി ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്, ഒരു പകപ്പ് വരരുത്. അപ്പം ആ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മളെ ഗ്രൂമിങ് ഹെൽപ്പ് ചെയ്തു. ഈ വിനീതേട്ടനെ നമ്മൾ അന്ന് കോളേജ് ടൈമിലൊക്കെ അറിയപ്പെടുന്നത്, അന്ന് അവിടെ കോളേജിൽ പാടുമോന്ന് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ പാടി. ശ്രീനിവാസ് സാറിന്റെ മോൻ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഇയർ വരെ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വിനീതേട്ടനെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് ഒരു ഡയറക്ഷണൽ സ്കില്ല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റഫ് ഇയാളുടെ ഉള്ളിൽ ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്? ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ല, ബാച്ചേ ഉള്ളൂ. ഞാൻ അധികം ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ഐ വാസ് ജസ്റ്റ് എ ഫ്രണ്ട്. അപ്പം ശ്രീനി സാറിന്റെ മകൻ എന്നുള്ളതും ആയിരുന്നു എനിക്ക്
പിന്നെ ഞാൻ അദ്ദേഹം പാടിയ പാട്ടുകൾ ഇപ്പോൾ കസവിന്റെ ആണെങ്കിലും കരളയൊക്കെ ആണെങ്കിലും നല്ല പാട്ടുകളായിരുന്നു, നല്ല വോയിസ് ആയിരുന്നു. നാച്ചുറലി നമുക്ക് ഏതൊരു മലയാളിക്കും തോന്നുന്ന പോലെ പാട്ടുകളും പാടിയ വ്യക്തിയോടും നമുക്ക് നാച്ചുറലി ഇഷ്ടം തോന്നിയിരുന്നു. പിന്നെ വിനീതിന്റെ ഹാർഡ് കോർ ഫാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റലിൽ. അവൻ തന്നെ ക്ലാസ്മേറ്റാ. കൂട്ടുകാരനെ ഇങ്ങനെ ആരാധിക്കുന്ന ഒരു കൂട്ടുകാരനെയും കണ്ടിട്ടില്ല. ടിജോ എന്നാ പേര്. ടിജോ രാവിലെ ആ കരളിന്റെ കരൾ ഉദയനാട് താരം റിലീസിന് ഒരു 6 മാസം മുന്നേ ഈ പാട്ട് കാസറ്റിൽ കിട്ടി, നമുക്ക് ഹോസ്റ്റലിൽ കിട്ടി റിലീസിന് മുന്നേ. അത് ആക്ച്വലി ഭയങ്കര കിട്ടാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയണത്. പക്ഷെ അന്നേ ടിജോയ്ക്ക് അത് കിട്ടി. എനിക്കൊന്ന് ചോദിച്ചു കാസറ്റ് എന്തോ കൊടുത്തായിരിക്കാം. രാവിലെ എണീക്കുമ്പോ തൊട്ട് ഇതാ ഈ പാട്ട് അന്നേ ഹോസ്റ്റലിൽ ഹിറ്റാ. 6 ഞാൻ കൂട്ടി പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. തീർച്ചയായിട്ടും ഒരു 1-2 മാസം മുന്നേ അത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാട്ട് പാടുന്ന ആളാന്ന് നമുക്ക് മനസ്സിലായി. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണെന്നറിയാം, വെരി ഡൗൺ ടു എർത്ത് ആണെന്ന് അറിയാം. എന്നല്ലാതെ ഡെഫിനറ്റ്ലി ഡയറക്ഷൻ എക്സ്പെക്റ്റഡ് അല്ല. അത് നോബിൾ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് നോബിളാണ് വിനീതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നോബിളാണെന്ന് ഏറ്റവും കൂടുതൽ സിനിമയിൽ പോകാൻ പ്ലാൻ ചെയ്തത്, നടനാവാൻ മുടിയൊക്കെ വളർത്തി തേരെ നാമിലെ സൽമാൻ ഖാനെ പോലെ മുടിയൊക്കെ വളർത്തി നോബിൾ തോമസ്, ബാബു തോമസ്. അപ്പം അദ്ദേഹം അന്ന് ഇവിടെ ചിത്രഭൂമി പോലത്തെ മാഗസിനിലൊക്കെ ഒരു പേജ് പുതുമുഖങ്ങൾക്ക് കൊടുക്കും, ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക്. അപ്പൊ അതിൽ മുടിയൊക്കെ വളർത്തിയ സമയത്ത് ഫോട്ടോഷൂട്ട് ചെയ്ത് അവനായിരുന്നു ഏറ്റവും കൂടുതൽ സിനിമ നടനാവാൻ. എനിക്ക് തോന്നുന്നു വിനീതിൽ ഡയറക്ഷൻ ഉണ്ടെന്നൊക്കെ പിന്നെയാണ് അറിഞ്ഞത്. മലർവാടി ടൈമിലെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ. മലർവാടി ആർട്സ് ക്ലബ്ബിലെ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കുട്ടു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആദ്യമായി കഥ, തിരക്കഥ, സംവിധാനം ചെയ്യുന്നതും ഗാനം രചിച്ചതും അതിലെ ഗാനങ്ങൾ ചിലതൊക്കെ പാടിയിരിക്കുന്ന അദ്ദേഹമാണ്. എൻ്റെ വേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു ചെറിയ ഈ 4 പേരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല ഈ ഗ്രൂപ്പിലെ ഒരു എൻ്റർടൈനർ. ഞാൻ തന്നെ അത് ഇട്ടത്, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടത്. ഇയാള് ഇത് കുറേ വർഷത്തിന് ശേഷം എനിക്ക് അയച്ചു തന്നു. ഇതൊരു ഭയങ്കര ഒരു മെമ്മറിയാണ്. നമ്മളിത് മാഹി പള്ളിയുടെ മുമ്പിൽ വെച്ചും മാന്യമഹാജനങ്ങളെ എന്ന് പറഞ്ഞ പാട്ട് ഡാൻസ് കഷ്ടപ്പെടുക. ഞാനും ശ്രാവണും നിവിനും ഭഗത്തും ഹരിയും മാനേജ് ചെയ്യും. ഹരി എസ്പെഷ്യലി ഡാൻസർ ആണ്, ഭഗത്തിനും അറിയാം, നിവിനും മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ വലയുവാണ്. അപ്പൊ ആ വെയിലൊക്കെ അടിച്ച് എനിക്ക് ഷൂട്ട് കഴിയാറായി, ലാസ്റ്റൊക്കെയാ. എനിക്ക് ആ കോലം ഇഷ്ടമല്ല. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു. അല്ല ആ സമയത്ത് അജിച്ചേട്ടൻ, പക്ഷെ ഞാൻ നോക്കുമ്പോൾ അജിച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നേ. ഞാൻ ഇതിനു മുന്നേ ജോലി ചെയ്യുന്ന ആളായിരുന്നു, ഞാൻ HR-ലായിരുന്നു. അപ്പൊ ഞാൻ ക്യാരക്ടർ വൈസ് ഞാൻ ഇതേപോലത്തെ ഒരാണെങ്കിലും, പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നേ. നാച്ചുറലി സംസാരിക്കാൻ അറിയാം. ഓക്കെ. അതിനുശേഷം നമ്മള് നിവിൻ ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ, നിവിൻ ചേട്ടൻ സ്കൂൾ ടൈം തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ്. 5 to 10th അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നത്, സ്കൂളിലായിരുന്നു? ഒരേ ഡിവിഷൻ അല്ലായിരുന്നു, ഒരേ സ്കൂള്. നിവിൻ ഭയങ്കര നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു നിവിൻ പോളി ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം. പക്ഷെ എനിക്ക് ഈ സൈഡ് അവനും എക്സ്പോസ്ഡ് അല്ല. എന്റെ അറിവിൽ ഒരു സ്റ്റേജിൽ ഒരു പരിപാടി അവനും കാണിച്ചിട്ടില്ല. ഇല്ല. നിവിൻ ചേട്ടനെ പിന്നെ നമ്മൾ മലർവാടിയുടെ ഓഡിഷൻ അല്ല, സോറി, ഈ ക്യാമ്പിലോട്ടാ ഞാൻ കാണുന്നത്. അതായത് ഓഡിഷൻ കഴിഞ്ഞ് സെലക്ടഡ് ആയി ക്യാമ്പിൽ വന്നു. 2 റൗണ്ട് ഉണ്ടായിരുന്നു. ഓഡിഷന് സെലക്ട് ആയി, അത് കഴിഞ്ഞ് ഈ സെലക്ട് ആയി 25 പേര് 5 പേരായി തിരിച്ച് ഒരു 3 ദിവസത്തെ ആലുവ YMCA ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ 5 പേര് ഒരു ഗ്രൂപ്പിൽ. അവര് ഓരോ ദിവസം സ്വയം തിരക്കഥകൾ എഴുതി വന്ന് പെർഫോം ചെയ്യണം. രാവിലെ വരണം, ഉച്ചയ്ക്ക് വരണം. ഇത് വിനീതേട്ടനാണോ ഇൻസ്ട്രക്ഷൻസ്? വിനീതാണ് അവിടെ മുഴുവൻ. അപ്പം നമ്മൾ തന്നെ, അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഗൂഗിളിൽ അടിച്ചിട്ട് കോപ്പി അടിച്ച് തിരക്കഥയായിട്ട് പോകും. ഒരു പ്ലേസ് ഒക്കെ ഗൂഗിളിൽ തിരക്കഥ കിട്ടുമോ? പിന്നെ തിരക്കഥയായിട്ടല്ല, കോമഡി പ്ലേസ് എന്നൊക്കെ അടിച്ചാൽ ഇംഗ്ലീഷിൽ കിട്ടും. അത് നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ചിലത് ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ ഹരിഹർ നഗറെ പോലത്തെ സിനിമയിൽ നിന്ന് ഒരു സാധനം വേണം. 5 പേരുള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഏതും അത് പ്ലേ ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 2ാം ദിവസം എന്തോ 3ാം ദിവസം എന്തോ ഉച്ച കഴിഞ്ഞുള്ള ദിവസം അവിടെ ഒരു മരവും അതിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. ഈ മരങ്ങൾക്ക് ചുറ്റും ഒരു ഗംഭീര പെർഫോമൻസ് നടക്കുന്നു. തലപ്പാവിലെ വർഗീസ് എന്ന് പറഞ്ഞ രാജേട്ടൻ ചെയ്ത ക്യാരക്ടറിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഭയങ്കര ബാബു ജനാർദ്ദൻ ചേട്ടന്റെ ശക്തമായ വരികൾ, ലൈൻസ്, അത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തത്. ഒരു പയ്യൻ കലക്കി അടിപൊളിയായിട്ട് തകർക്കുക. വെരി കൺവിൻസിങ് പെർഫോമൻസ്. ഈ ഒച്ച, ഈ ഡയലോഗ് ഡെലിവറി, ആ പവർ ഓഫ് റെൻഡറിങ് ഒക്കെ കേട്ട് എല്ലാരും പതുക്കെ അത് കാണാനായിട്ട് വന്നു. എന്തോ നല്ലൊരു പെർഫോമൻസ് നടക്കുമ്പോൾ വരുമല്ലോ. വന്നു കഴിഞ്ഞ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ശരിക്കും നോക്കിയപ്പോൾ
ഇയാളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. 10 വർഷം കഴിഞ്ഞു, 2000 പാസ് ഔട്ട് ആയത് നമ്മള്, 2010 എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ നോക്കിയിരുന്ന് പിന്നെയാണ് ആയി. ഭയങ്കര ഒരു രസകരമായ moment. അപ്പൊ ശരിക്കും സിനിമാറ്റിക് അയാള് പെർഫോം ചെയ്തിട്ടാണ് എന്റെ മനസ്സിൽ നമ്മുടെ ഒരു ഫാനായി മാറ്റിയിട്ടാണ് വീണ്ടും പരിചയപ്പെട്ടത്. അന്ന് കണ്ടിരുന്ന ആ ഒരു വൈബ് നിവിൻ പോളിനെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? പേഴ്സണലി ഓർ ഓൺ സ്ക്രീൻ? ഓൺ സ്ക്രീൻ പിന്നെ അല്ലേ? ഉണ്ട്. ഇനി എപ്പോ കാണാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ടോ വിളിച്ച്? കാണുമ്പം അദ്ദേഹത്തിന്റെ സിനിമകളുടെ ലിസ്റ്റ് നമുക്കറിയാം. ഇപ്പൊ അങ്ങനത്തെ സിനിമകൾ ഉണ്ട്. ഓക്കെ. ഇപ്പൊ താരമൊക്കെ ഉണ്ട്. ആക്ഷൻ ഹീറോ ബിജു 2. മലവാടിയുടെ ഒരു വീഡിയോ കൂടി ഉണ്ട്. അതെന്താ? എന്നെ ജയറാമേട്ടൻ കൊണ്ടുവന്നു. ഞാൻ 5 പേരെ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. മലർവാടി എന്ന് പറഞ്ഞ് പുതുമുകളെ വെച്ചൊരു സിനിമ ചെയ്തത്. ഇപ്പൊ നിവിൻ പോളി, അജു വർഗീസ്, ഭഗത്, അങ്ങനെ തുടങ്ങുന്ന ഒരു താരനിര. ദിലീപേട്ടൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ്. അതെ അതെ. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പം നമ്മള് വിനീതേട്ടന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അന്ന് പക്ഷെ അതിനേക്കാളും വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദിലീപേട്ടനെ പോലത്തെ ഒരാളെ പ്രൊഡ്യൂസർ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലോ, സെറ്റിലൊക്കെ പുള്ളി വരുമായിരിക്കുമല്ലേ? ഇല്ലല്ലേ? അന്നത്തെ ഏറ്റവും വലിയ പൂജകളിലൊന്നായിരുന്നു ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് പുതുമുകളെ വെച്ച് ചെയ്യുന്ന. അന്ന് അതിലെ ഏറ്റവും വിശിഷ്ടാതിഥികൾ എന്ന് പറയുന്നത് നെടുമുടി വേണു സാറ്, മമ്മൂക്ക, രാജേട്ടൻ, ശ്രീനി സാറ്. പിന്നെ ഞാൻ ഫാമിലി, വിനീതിന്റെ സിനിമയുടെ അച്ഛൻ മരണമല്ലോ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇൻഫോർമൽ ആക്കിയത്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലിസ്റ്റിലോട്ട് വരുന്ന ആളാണ് സാർ. പോക്കിരാജയുടെ ഷൂട്ട് ചെയ്യുന്നതാണ് മമ്മൂക്കയും രാജേട്ടനും വന്നത്. പിന്നെ വേണു സാർ ഈ പടത്തിലുണ്ട്, കാസ്റ്റിലുണ്ട്. ബിഗ് പൂജയായിരുന്നു അത്. ഇവരെയൊക്കെ കാണാൻ പറ്റുന്ന മാജിക്കൽ ആയിട്ടല്ലേ നമ്മുടെ ലൈഫ് ഇങ്ങനെ മാറുന്നത് തന്നെ ആ സമയത്ത്. പക്ഷെ നമുക്ക് ഈ ലൈഫ് മാറുവോ അതൊന്നും നമുക്ക് ഇല്ല. ആ മൊമെന്റ് നടക്കുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ആ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യാൻ. ഞാൻ മമ്മൂക്കയുടെ ബാക്കിലായിരുന്നേ. അപ്പൊ എന്റെ കസിൻ ഉണ്ട് അലൻ, അദ്ദേഹം എന്ത് ഷർട്ട്, മെറ്റീരിയൽ, പാന്റ് ഒക്കെ ഇട്ടേക്കുന്നായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. പിന്നെ വിനീതേട്ടൻ ഷാൻ റഹ്മാനാണ് ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്. മ്യൂസിക് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നു. ദിലീപേട്ടൻ അന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളുടെ അടുത്ത് പൂജ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ സെറ്റ് വന്നില്ല. അദ്ദേഹത്തിന്റെ ബ്രദർ അനൂപായിരുന്നു, അനൂപേട്ടനായിരുന്നു. ദിലീപേട്ടൻ മരിച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് പാക്കപ്പ് പാർട്ടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് കൊച്ചിയിൽ. അന്ന് ചേട്ടൻ വന്നു സംസാരിക്കും. നമ്മളാരും മനസ്സിലായില്ല, മരിച്ച് അഭിനയിച്ചിട്ട് രൂപം മാറിപ്പോയി. അല്ല, പൂജയുടെ ഫോട്ടോയും ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഫോട്ടോയും കണ്ടറിയാം, ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. കാര്യം അങ്ങനെ മരിച്ച് അഭിനയിച്ചു. അഭിനയിച്ചെന്ന് ഞാൻ പറയുന്നില്ല, മരിച്ച് പണിയെടുത്തു. ഹി വാസ് വെരി ഹാപ്പി. അത് കഴിഞ്ഞ് പിന്നെ ധ്യാനിലേക്ക് വരുന്നു. ആദ്യമായിട്ട് ധ്യാനെ കണ്ടത് എവിടെ വെച്ചിട്ടാണ്? ധ്യാനെ കുറെ കഴിഞ്ഞിട്ടാ കണ്ടേ. ഇത് 2012 കണ്ടു. വിനീതിന്റെ കല്യാണത്തിന് ഞങ്ങൾ പൂക്കോട് പോയി. പൂക്കോട് വിനീതിന്റെ തറവാടെന്ന് ഞാൻ പറയുന്നില്ല, സാറിന്റെ വീട് അവിടെയാണ്. നിവിനും ഭഗത്തും ഞാനും താമസിച്ചത് അന്ന് രാത്രി. കാര്യം അവിടെയാണ് തട്ടത്തിൻ മറയത്തിന് നമ്മൾ താമസിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് ധ്യാൻ ശ്രീനിവാസനുണ്ട്. ധ്യാനെ അറിയാം, കേട്ടിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഒന്ന് വൈകിട്ടത്തെ പാർട്ടിയിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതോടുകൂടി ഡീപ് ഫ്രണ്ട്ഷിപ്പ് ആയോ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരുൺ ചന്തുവിന്റെ കൊച്ചിയിലുള്ള അപ്പാർട്ട്മെന്റിൽ സ്ഥിരം ഞാൻ പോവാറുണ്ട്. അരുൺ ചന്തു തട്ടത്തിൻ മറയത്തിന്റെ പോസ്റ്റർ ഡിസൈനറാണ്, എന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ അന്ന് തൊട്ട് അറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നല്ലോ കല്യാണം വിനീതിന്റെ. അപ്പൊ ചന്തുവിന്റെ അവിടെയാണ് നമ്മൾ ധ്യാൻ വന്നോണ്ടിരുന്ന ക്യാരംസ് കളി, ഇൻഡോർ ക്രിക്കറ്റ് കളി. അവിടെ ബേസിൽ കുഞ്ഞിരാമായണം ഓണാവുന്നത് ആ വീട്ടിൽ നിന്നാണ്, താരം ഓണാവുന്നത് ആ വീട്ടിൽ നിന്നാണ്. അവിടെ വെച്ചിട്ടാണ് ധ്യാനായിട്ട് വളരെ നേരം ഇന്ററാക്ട് ചെയ്യാൻ സമയം കിട്ടി. ചേട്ടന്റെ സിനിമയിലും അനിയന്റെ സിനിമയിലും അഭിനയിച്ചു. അപ്പം ലവ് ആക്ഷൻ ഡ്രാമയിലേക്ക് വരുമ്പം അതിന്റെ ഒരു മെമ്മറീസ്, ധ്യാന്റെ ഒരു ഡയറക്ഷൻ, ആ ഒരു സാധനം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഡയറക്ടറാണ്. കാര്യം ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഇത്രയും ഹേർഡിൽസ് ഫേസ് ചെയ്തൊരു സിനിമ. 2018 വെള്ളപ്പൊക്കം, 2019 വെള്ളപ്പൊക്കം, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് ഇത് അദ്ദേഹം രോഗശൈലിയിലായത് ആ സമയത്താണ്. അതിനുശേഷം സാറ് ഡിറ്റീരിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നിവിൻ പോളി, നയൻതാരയുടെ ഡേറ്റ്സ് ഇഷ്യൂസ് ഒക്കെ ഒക്കെ ഹാൻഡിൽ ചെയ്തു. അപ്പൊ അത് ഒരു പുതുമുഖ സംവിധായകനെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, സംവിധായകരുടെ ജോലി ഭയങ്കര പാടാണ്. അയാളുടെ കുറെ കുസൃതികളും ഇമ്മെച്യൂരിറ്റീസ് എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം മാറിയത്. അതിന് മുമ്പ് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, ചൂടനൊക്കെ ആയിരുന്നു. ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളുടെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, അയാൾ സെറ്റിൽ ദേഷ്യപ്പെട്ടിട്ടില്ല. കാര്യം ദേഷ്യപ്പെട്ട അയാൾക്ക് മനസ്സിലായി കാണും കാര്യം നടക്കില്ല, കുറച്ചുകൂടി വൈകത്തേ ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു ലേണിംഗ് ആയിരുന്നു എനിക്കും ധ്യാനും വിശാഖിനും ഒക്കെ. പിന്നെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യാതെ അഭിനയിച്ച സിനിമയാണ്. ഞാൻ അങ്ങനെ ചെയ്യാതെ അഭിനയിച്ച ഒരേ ഒരു സിനിമ ലവ് ആക്ഷൻ ഡ്രാമ. കാര്യം ആദ്യമായിട്ട് ഈ പ്രൊഡക്ഷൻ ഷോട്ടിന് നിൽക്കുന്ന സമയത്ത് ഒന്ന് ഞാൻ ഹ്യൂമർ റോളാണ്. ഹ്യൂമർ എന്നല്ല, എന്നാലും അയാൾക്ക് സീരിയസ് അല്ല. അപ്പൊ വിശാഖ് വന്ന് ചെവി പറഞ്ഞിട്ട് പോകും 5 ലക്ഷം രൂപ വേണം അവിടെ പെർമിഷൻ എന്ന്.
എന്നിട്ടാണ് എനിക്ക് ഡയലോഗ് തരുന്നത്. അപ്പോൾ ഷോർട്ട് റൂം റെഡിയാവും. അപ്പോൾ ഒരു സൈഡിൽ എനിക്ക് ഈ കാശ് ഈ ഷോട്ട് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ എനിക്ക് സമയമില്ല. പോയി മോണിറ്ററിൽ പോയി ഇതിനെ ഒന്ന് നന്നായി ചെയ്യാൻ ഉള്ള ചിന്തിക്കാന്നുള്ളതല്ല, അടുത്ത സീക്വൻസിലോട്ട് പോകുന്നതിന് ആ ലൊക്കേഷനിൽ ഇന്ന് ഡെപ്പോസിറ്റ് പോയാലേ. അപ്പൊ ഇതൊരു റൊട്ടീൻ ആയപ്പം ഒരു സൈഡിൽ ഇത് മാത്രം ഇമ്പോർട്ടൻസ് ആയി, ഷൂട്ട് നടക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഒന്ന് ഓക്കെ വിളിച്ചാൽ മതി എന്ന് വെച്ചിട്ട്. പക്ഷെ നന്നായി വന്നല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അയാള് നല്ല ഡയറക്ടറാണ്. ഈ അജിചേട്ടന് കുറച്ചുകൂടെ ധ്യാനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, ഇദ്ദേഹം ശരിക്കും നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളല്ലേ? ഈ പറയുന്ന പോലെ സാമൂഹിക പ്രതിബദ്ധത എനിക്കില്ലാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണോ? എനിക്കറിയില്ല, പുള്ളി അത് വളരെ തമാശ പറഞ്ഞായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനങ്ങനെ അജിചേട്ടന് അടുത്ത് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ്? വളരെ വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരാളായിട്ടല്ലേ തോന്നിയിട്ടുള്ളത്? ഇത് ഒരു ഇന്റർവ്യൂവറിന്റെ സൈഡിൽ നിന്ന് ഒരു തമാശ ചോദ്യമോ എന്റർടൈൻമെന്റ് മുന്നിൽ കണ്ടൊരു ചോദ്യമാണെങ്കിൽ അയാളുടെ ഉത്തരം അങ്ങനെ ആയിരിക്കും. വളരെ ഇപ്പൊ മനോരമ ന്യൂസിനൊക്കെ കൊടുക്കുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരം, ഐ മീൻ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ അയാളുടെ ഉത്തരങ്ങളും വളരെ സെൻസിബിൾ ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് മനുഷ്യനാണ്, ചിലപ്പോൾ ചില എററൊക്കെ വരും, അത് വന്നേ ഉള്ളൂ. ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് ഓക്കെ. ഇത് രണ്ടും ഒരുപോലെ ഉണ്ട്. ഈ വീഡിയോ കണ്ടിട്ടില്ല. അല്ല, അത് ക്യാപ്ഷൻ അല്ല പറഞ്ഞു വന്നപ്പോ ഇത് രണ്ടും സീൻസ് ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ കണ്ടില്ല. സിനിമ പിടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മുടെ, അല്ലേ? എല്ലാ ഗ്യാങ്ങിലും ഒരു അജു ഉണ്ടെന്നാണ് ഈ വീഡിയോയുടെ ക്യാപ്ഷൻ. ആക്ച്വലി മൂവീസ് മേ ഡിഫർ, പക്ഷെ ആ കാര്യത്തിലൂടെ ഞാൻ യോജിക്കുന്നത് ABCD എന്ന് പറഞ്ഞ സിനിമയാണ്. നവീൻ ഭാസ്കർ ആണ് അതിന്റെ റൈറ്റർ. നവീൻ ചേട്ടനാണ് അതിൽ ദുൽഖറിന്റെ കൂടെ ഗ്രഗിനെ ഇട്ടത്. ദുൽഖർ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഗ്രഗിനും ആ പെൺകുട്ടി ഇഷ്ടപ്പെടും. ആക്ച്വലി ഫ്രണ്ട്സ് അങ്ങനെ, അല്ലാതെ ഏതവനാണ് കൂട്ടുകാരന് ഇഷ്ടപ്പെട്ട എല്ലാം കൂടെ കേറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അത് സി മാഗി ഹൂ ഇസ് ഗോണ പേ ദ ബിൽ എന്നുള്ള പടമില്ലേ, ശ്രീസാറും കൂടെ. അതാണ് അവസ്ഥ ബോയ്സിന്റെ ഇടയിൽ. ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ. അത് മിത്താണ്, മിഥ്യാധാരണയാണ്. അജിചേട്ടൻ അങ്ങനെ ആരുടെയും ഫ്രണ്ട്ഷിപ്പിന് ഇല്ല. എന്റെ ഇതാണ്, അവന് ഇഷ്ടപ്പെട്ട എനിക്കും ഇഷ്ടമില്ലേ, ഇനിയിപ്പോ അവര് കമ്മിറ്റ് ആയെങ്കിൽ പിന്നെ യെസ്, കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യാം. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ആ കമ്മിറ്റ്മെന്റ് എന്തിനുള്ള രണ്ടുപേർക്ക് തുല്യമായ ഇതാണ്. അപ്പോ ഇനി അടുത്തതായിട്ടൊരു അജിചേട്ടൻ ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ട്. അത് ഞാൻ അജിചേട്ടനോട് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്താന്ന് നോക്കിയാലോ, ഇവിടെ ഒരാൾ വരും അജിചേട്ടനെ കാണാൻ. ഓക്കെ, അജിചേട്ടന് എപ്പോഴും അജിചേട്ടൻ ഈ ഇന്റർവ്യൂവിന് ഇരുന്ന സമയത്തും കൂടുതൽ സമയവും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആരാ? ചന്തു. ചന്തു ഗസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ചന്തു ഇസ് ലൈക്ക് പാർട്ട് ഓഫ് ലൈഫ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, തട്ടത്തിന് മരത്തിൽ എന്റെ റൂംമേറ്റ് ആണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം അരുൺ, ചന്തു ആൻഡ് കുഞ്ഞിരാമായണം ഒക്കെ നമുക്ക് ഉണ്ണിമൂലം, കുഞ്ഞിരാമായണം, ഗുരുവായൂരമ്പല നടയിൽ, ARMന്റെ പേരില്ലൂർ പ്രീമിയർ ലീഗ്, ഇങ്ങനത്തെ കുറെ വർക്കുകൾ നമുക്ക് തന്നിട്ടുള്ള ദീപു പ്രദീപ്, രണ്ടുപേരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So welcome to the show 15 years of Aju Varghese. 15 years എന്ന് പറയുമ്പോൾ നിർത്താനാണോ ഇത് നടത്തുന്നത്? അല്ല, 15 years അല്ല, 13, 14, 15 ഒക്കെ ആവട്ടല്ലേ. ഞാൻ ആശംസിക്കുന്നു. എല്ലാ വാക്കിലും പറയുന്ന ഒരു പേര്, അല്ലെങ്കിൽ എല്ലാ കോൺവെർസേഷനിലും വന്നെത്തുന്ന ഒരു പേരാണ് ചന്തു 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 എന്നുള്ളത്. എന്നാണ് ആള് വിശ്വസിക്കുന്നത്. അല്ല, പക്ഷെ ഈ തല നിറച്ച് ബുദ്ധിയാന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, കോംപ്ലക്സ് ആണ് പുള്ളിയുടെ കാഴ്ചപ്പാടുകളും. പറയൂ, അജിചേട്ടനെ കുറിച്ച് പറയൂ. അജിചേട്ടൻ ഇത്രയും പറഞ്ഞപ്പോ കുറച്ചെങ്കിലും പറയാം. സാധാരണ നമ്മള് വലിയ കണ്ടിട്ടില്ലേ വെച്ച് തള്ളുന്നു, ഞാനും അത് വിചാരിച്ചു എന്നാ പിന്നെ ആക്കിയേക്കോളാം. ഞാനും ഗണേഷ് രാജ് വഴിയാണ് ഞാൻ ഫിലിമിലേക്ക് വരുന്നത്. അപ്പം ഗണേശും ഞാനും തട്ടത്തിമരത്തിൽ സെലക്ട് ആയിപ്പെട്ടപ്പോ ഞങ്ങളോട് നേരെ കൂത്തുപറമ്പിലുള്ള വിനീതന്റെ വീട്ടിലേക്ക് വരാൻ പറയായിരുന്നു. അപ്പോൾ അവിടെ ഒരു 90 days ഉണ്ടായിരുന്നു, 60 days ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഭഗത്തേട്ടൻ, അജുവേട്ടൻ, നീൻചേട്ടൻ ഉണ്ട് അവിടെ. അപ്പം എനിക്കും ഗണേശനും വന്നേക്കുന്ന ഒരു ഡോർമെട്രി പോലത്തെ കൈൻഡ് ഓഫ്, പണ്ട് വിനീതേട്ടനും ധ്യാനം താമസിക്കുന്ന ഒരു റൂമാണ്. അപ്പോൾ ആ റൂമിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബങ്ക് ബെഡ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. താഴെ നീൻചേട്ടനും അജുവേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിരുന്ന, എന്താ പറയുക, ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്നൊക്കെ അജുവേട്ടനുണ്ടായിരുന്നു. സെറ്റിലേക്ക് ഞങ്ങൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആ ബന്ധം ക്ലോസ് ആയി, ബിക്കോസ് ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ
ആ സമയം തൊട്ടിട്ട് ഈ എന്നെ ആ സമയത്ത് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇല്ലായിരുന്നു, മെയിലടി ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്കോ? ആ ഒരു പണ്ടത്തെ മെയിലടി കമ്പനി. ഡി കമ്പനി. D4 എന്താണ്? ഡിയോ മറ്റേ ഡി കമ്പനി, ഡി കമ്പനി അണ്ടർവേൾഡ്. അതെന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാ, ജിബു. ഓക്കെ. അപ്പൊ ആ സമയത്ത് എന്നെ അപ്പാർട്ട് ഫ്രം ഞാൻ തടുത്തുമരത്തിൽ എത്തുന്ന അതിന് പോസ്റ്റേഴ്സ് ചെയ്യാനായിരുന്നു, അൺഒഫീഷ്യൽ അതിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അല്ലാതെ കുറച്ച് പുള്ളിക്ക് എന്നെ ഷോർട്ട് ഫിലിംസ്, സ്വന്തമായി ഷോർട്ട് ഫിലിംസ് സ്വയം കാസ്റ്റ് ചെയ്യപ്പെടുക, അതിന്റെ പോസ്റ്റേഴ്സ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു ഡിസൈനിങ്ങും ഞാൻ ആ സമയത്തും മറ്റേ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാം ഫോട്ടോയും എടുക്കും, ഡിസൈനും ചെയ്യും. മനസ്സിലായി എന്നെ നന്നായി ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ കൂടുതലും വർക്കാണ്. പുള്ളിക്ക് നല്ല പണിക്കാരൻ, സ്ഥിരം പണി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആ പണി ഉള്ളതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി. അന്ന് നമ്മൾ കേരളത്തിലെ ഒരു ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്ത് കിട്ടുന്നതും ഇവൻ ചെയ്ത് കിട്ടുന്ന തമ്മിൽ നല്ല വ്യത്യാസം. ഫോട്ടോയ്ക്കുള്ള ഇത് ഇന്റർനാഷണൽ. ജെയിംസ് ബോണ്ട് മൂവീസിന്റെ 25th ആനിവേഴ്സറി ബ്ലൂറേ കവർ ഡിസൈൻ ചെയ്ത ആളാ, ഡൽഹിയിലായിരുന്നു ഏജൻസിന്ന്. അപ്പൊ അതുകൊണ്ടാണല്ലോ വിനീത് തട്ടത്തിൽ മരത്തിന്റെ പോസ്റ്റർ ചെയ്യിപ്പിച്ചേ. വിനീതേട്ടൻ അപ്പൊ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഗണേഷ് വഴി. ഗണേഷ് ഞങ്ങളെയൊക്കെ കണക്ട് ചെയ്തത്. അനൂൽ ജോസ് ഗണേഷ് വഴിയാണ് അനൂൽ ജോസും ഒക്കെ സിനിമയിലെ. അനൂൽ സുബത്ത് തട്ടത്തിന്റെ ലിറിക്സ് എഴുതിയ ആള്. ഞങ്ങളങ്ങനെ കുറെ പേരെ ആ സമയത്ത് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാ നമ്മള് പടം കഴിയുമ്പം എല്ലാവരും സ്കാറ്റേഡ് ആവുമല്ലോ, എല്ലാവരും ഡിസ്പേഴ്സ്ഡ് ആവും. പിന്നെയുള്ള ബന്ധം എന്ന് പറയുന്നത് മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ കൂടിയോ അല്ലെങ്കിൽ ഒക്കെ ആയിരുന്നു. അപ്പൊ അന്ന് വാട്സപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റന്റ് മെസ്സഞ്ചേഴ്സ് ഒക്കെ അങ്ങനെ വന്നു വരുന്നേ ഉള്ളൂ. ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ അതിനുശേഷം മോസ്റ്റ്ലി മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അജയൻ ആ സമയത്ത് കളമശ്ശേരി ആയിരുന്നു, ഒരു പഴയ ആക്സെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആക്സെന്റ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും വൺസ് അപ്പോൺ എ ടൈം ഹോളിവുഡിനകത്തെ ബ്രാഡ് പിറ്റിന്റെ കാർ ഓർമ്മ വരും. ഞങ്ങളുടെ ആ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോണാവില്ല എന്ന് പറഞ്ഞിട്ടൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ കൊളോക്കിലി ഈ ഡോണാവില്ല എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പൊ അവിടെയായിരുന്നു അദ്ദേഹം സ്ഥിരം വൈകിട്ടൊക്കെ. ആദ്യമായിട്ട് മിഥുൻ മാനുവൽ തോമസിന് അഡ്വാൻസ് കൊടുത്ത ആളാ മിഥുൻ. ഈ അടുത്തൊരു സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലാണ് അത് പറയുന്നത്, ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി. മിഥുൻ മാനുവൽ ഡയറക്ടർ. അന്ന് ഷോർട്ട് ഫിലിം നമ്മളുടെ ചിന്തയിലുള്ളല്ലോ ദീപു. അപ്പം ബിപിൻ ദാസ് ഡയറക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിരാമായണത്തിലെ കുട്ടേട്ടനെ തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേരില്ലൂരിലെ സൈക്കോ ബാലേന്ദ്രൻ, ഗുരുവായൂർ അമ്പലനടയിൽ പാട്ട് പാടിയപ്പോ ഞാൻ ചന്ദനോട് പറഞ്ഞു. അപ്പൊ ചന്ദന്റെ അടുത്ത് പാട്ടോ എന്നിട്ട് അത് ഇറങ്ങി കഴിഞ്ഞപ്പോ അയാള് പറഞ്ഞു ബ്രില്യൻ മൂവ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവൻ അത് പ്ലാൻഡ് മൂവ് അല്ല. ചേട്ടാ അങ്ങോട്ട് ചോദിച്ചു മേടിച്ച പാട്ടാന്നൊരു വാർത്ത ഉണ്ടല്ലോ, പാട്ട് പാടാൻ അഭിനയിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നു. പാട്ടുകാരനായിട്ട് തന്നെ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് പിന്നീടാണ് പാട്ട് പാടുന്നത്. വേറെ വേഷം ഉണ്ടായിരുന്നല്ലേ? അത് മുമ്പ് ഒരു വേഷം ഉണ്ടായിരുന്നു, ഡേറ്റ് ക്ലാഷ് ഒക്കെ ആയിട്ട് മാറിയതായിരുന്നു. എന്നിട്ട് പിന്നെ പാട്ടുകാരൻ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന ഒരു പാട്ടുകാരനാക്കാൻ. ഉണ്ണിമൂലത്തിൽ അജിച്ചേട്ടനെ പോലത്തെ ഒരാളെ ആ സമയത്ത് അജിച്ചേട്ടൻ അന്ന് ഹിറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. നമ്മളന്ന് പോളിടെക്നിക്കിന്റെ സെറ്റിൽ വന്നിട്ടാണ് കഥ പറയുന്നത്. പോളിടെക്നിക്കിന്റെ പോസ്റ്റർ ഡിസൈനർ. എല്ലാ രീതിയിലും കണക്റ്റഡ് ആണല്ലേ? ഓക്കെ. ആ ഒരു ഉണ്ണിമൂലത്തിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ ചെല്ലുമ്പം ദീപുവിന് കിട്ടിയ ദീപുവിന് മനസ്സിൽ വേണമല്ലോ ഇന്ന പോലത്തെ ഒരാൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. അതെങ്ങനെ അജിച്ചേട്ടനിൽ എത്തിയത്? ഞാൻ ഈ ബ്ലോഗിൽ ചെറുകഥകൾ എഴുതുന്ന ഒരാളാണ്. അപ്പൊ കുഞ്ഞിരാമായണാണെങ്കിലും ഉണ്ണിമൂലോ പേരിലൂരും ഒക്കെ ചെറുകഥകളിൽ നിന്നാണ് സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്തത്. കുഞ്ഞിരാമായണം 5 കഥകളാണ്. അപ്പൊ അതിനകത്ത് ഈ ചെറുകഥകളില് 5 ചെറുകഥകളിലെ അതിന് സ്ക്രീനിൽ മറ്റേ വേഷം കൊടുത്ത ആളാണിത്. മറ്റേ ഉണ്ണിമൂലം ഒരു ചെറുകഥയാണ്. 5 ചെറുകഥകളുടെ തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലോഗുകൾ അങ്ങനെ വായിച്ചിട്ടില്ല. പേരിലൂരിന് മാത്രം അത് ഒരു റൈറ്റർ തരുന്ന ഒരു ഫ്രീഡമാണ്. അത് ഏറ്റവും വലിയ ഫ്രീഡം. അത് നമുക്ക് ഒരിക്കലും അത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് എടുക്കില്ല. പേരിലൂരിൽ എനിക്ക് വേഷം ഞാൻ അങ്ങോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനന്തേട്ടൻ വഴി ദീപുവിലോട്ട് അപ്പൊ എനിക്ക് ദീപുവിനെ അറിയാമല്ലോ. ഞാൻ ചോദിച്ചു, ദീപുവിന്റെ ഈ ഓരോ ക്യാപ്സ്യൂൾസ് ബ്ലോഗുകൾ എന്ന് പറയുമ്പോൾ ഇത്ര തിരക്കഥയല്ല, എനിക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ അത് പോയി ഞാൻ റീഡിങ് ഹാബിറ്റ് ഉള്ള ആളല്ലാത്തതുകൊണ്ടാണ്. ദീപു എനിക്ക് ഇതേപോലെ ഓരോ ബ്ലോഗുകൾ അയച്ചു തന്നു. ദീപര് പറഞ്ഞു, പ്രവീൺ ചേട്ടനും പറഞ്ഞു, ദീപും പറഞ്ഞു, ഇതിലേത് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്തു. അപ്പൊ ഞാൻ പെട്ടു. ഇതെല്ലാം വായിച്ചിട്ട് ജഡ്ജ് വായിക്കാം, ജഡ്ജ് ചെയ്യുന്നതൊക്കെ, അതായത് ഏത് ചെയ്ത അടിപൊളിയാവും ജഡ്ജ് ചെയ്യാൻ. എനിക്ക് അടിപൊളിയെക്കാളും
നമുക്ക് സംതിങ് പെർഫോം ചെയ്യാൻ. ഇപ്പം നമുക്ക് വ്യത്യാസവും കൂടെ തോന്നുന്നത് ഒരു അപ്പൊ ഞാൻ ദീപുവിനോട് ചാടി വേണം. അപ്പൊ ദീപുവിനോട് പറഞ്ഞു സൈക്കോ ബാലേന്ദ്രൻ. അപ്പൊ ഞാൻ അനന്തപത്മനാഭൻ ചേട്ടനോട് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെയാണ് എനിക്ക് സൈക്കോ ചൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ സിനിമയിൽ ആദ്യമായിട്ട് കഥ പറയുന്ന ഒരു ആക്ടറുടെ അടുത്ത് കഥ പറയുന്നത് ഐശ്വര്യന്റെ അടുത്തായിരിക്കും. അന്ന് അരുൺ ചന്ദന്റെ ഫ്ലാറ്റിൽ ബേസിലും ഞാൻ ധ്യാനം ഉണ്ടായിരുന്നു. അന്നാണ് ഫസ്റ്റ് കഥ പറയുന്നത്. ആദ്യമായിട്ട് ലോക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, കഥ പറഞ്ഞ് വീഴ്ത്തുന്ന ആർട്ടിസ്റ്റ് ഐശ്വര്യനാണ്. ഇന്നും ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന കോമഡികളിൽ ഒരെണ്ണമാണ് കുഞ്ഞിരാമായണത്തിലെ ആ ഓരോ സീൻസും. ഈ ഡയലോഗ് ഈ സിനിമയിൽ വരാൻ മുഹമ്മദും എൻ്റെ കൂടെയുള്ള മുഹമ്മദും ഞാനും കൂടെ മാറി നിന്ന് ഷൂട്ടിങ്, റിംഗ് മാസ്റ്ററിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നിൽക്കുക. ഒരു വലിയ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ മാറി നിന്ന് സേർട്ട് വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് നിൽക്കുക. അപ്പൊ ഇങ്ങനെ വീട് ഇങ്ങനെ നോക്കിയിട്ട് എന്തെല്ലാം വീടല്ലേ. ഞാൻ പറഞ്ഞു നീയും ദുബായി പോ, ഏതോ ദുബായിലുള്ള അദ്ദേഹത്തിന്റെ വീടാണ്, ദുബായി പോയി നീയും വെക്ക്. എനിക്ക് ദുബായിലൊന്നും വേണ്ട ബോസേ, കൊച്ചിയാണ് എൻ്റെ ദുബായ്, ബോസ് ആണ് എൻ്റെ അറബി. ഇതാണ് ബേസിലിനോടും ദീപിനോടും അന്ന് അവിടെ ചുമ്മാ തമാശക്ക് പറഞ്ഞപ്പോ ഇവര് ലാലു കുട്ടനോട് പറയുന്നുണ്ട് ഇതേ സാധനം. ദേശമാണ് എന്റെ ദുബായ്, കുട്ടേട്ടനാണ് എന്റെ അറബി. ഓ അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ദീപുവിന്റെ അടുത്ത് ഓരോ കഥകളൊക്കെ പറയുമ്പോ അല്ലേ ദീപു അതിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്യും. അങ്ങനൊന്നും ഞാൻ അധികം പറയാനുള്ള ധ്യാന്റെ അത്രയും ജീവിത ഉള്ള ആരും ഇല്ലല്ലോ നമ്മുടെ തലമുറ അനുഭവങ്ങൾ. സാജൻ ബക്കറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്, ചേട്ടന്റെ ആക്ടിങ് ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടായിരുന്നു. ഫോർത്ത് വാൾ ബ്രേക്കിംഗ് അതിനകത്ത് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു സാധനമായിരുന്നു. അതൊരു എഡിറ്റർ അല്ലെ ആ ഒരു രീതിയിൽ ഇട്ടതാണോ? ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എൻ്റെ ആദ്യത്തെ ഓർമ്മയുള്ള ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഏതോ ഒരു സൂര്യ സിനിമയില്, സൂര്യ ടിവിയിലുള്ള സിനിമയിൽ അടൂർ ബാസി ബാലേന്ദ്രമേനോൻ പെണ്ണ് കാണാൻ വരുമ്പോൾ അടൂർ ബാസി സ്ക്രീൻ നോക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുപോലത്തെ ഒരു പിച്ചക്കാരന് മോളൊക്കെ അടിച്ചു കൊടുക്കുവോ, അതിന് നിങ്ങൾ കാശ് മുടക്കല്ലേ തിയേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് പഴയ പടമാണ്, വളരെ അത്രയും മുന്നെയോ? ആ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ പണ്ട് വുഡിയലിന്റെ സമയത്ത് തൊട്ടേ ഉണ്ട്. എനിക്ക് ബേസിക്കലി ഞാൻ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടാൽ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആവും. ഞാനിപ്പോ കറന്റ് ഒന്നും കാണാതിരിക്കുക, എന്ത് കണ്ടാലും ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവും ഈസി. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന മൂവിയുടെ ജോണറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫ്ലീ ബാഗ് കണ്ടതിന്റെ സൈഡ് എഫക്റ്റ് ആണ് അതിൽ അങ്ങനത്തെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഉണ്ട്. ഹോണസ്റ്റ്ലി സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് ഭയങ്കര മുഖ്യധാര സിനിമയിൽ അത് ഭയങ്കര ഏച്ചുകെട്ടിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനെ ടോൺ ഡൗൺ ചെയ്തത്. ബട്ട് അഗൈൻ ഇപ്പൊ കാണുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ മൂവിക്ക് അതിനെ ഓൾട്ടുഗദർ ബ്രാൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യായിരുന്നു തോന്നാറുണ്ട്. അതിനോട് ഞാൻ ഭയങ്കര ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സാജൻ ബേക്കറിയുടെ ഒരു ക്യാരക്ടറിന്, അതിലൊരു ലെനയുടെ ഹസ്ബൻഡായിട്ട് വരുന്ന ക്യാരക്ടറിന് ഇവൻ പറഞ്ഞിരുന്നു അതിനൊരു ജെൻഡർ കൺഫ്യൂഷൻ ഉള്ളൊരു വ്യക്തി പ്ലേസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ അതിനൊരു ഗ്രാവിറ്റി ഉണ്ടാവില്ല, സിനിമയ്ക്കൊരു ഇത് പോകും. പക്ഷെ ഇപ്പൊ കാതലിറങ്ങുന്നതിന് മുന്നേയും ബദായിദോ ഞാൻ കാണുന്നതിന് മുന്നേ ഒക്കെ എന്നോട് പറഞ്ഞു. ഞാനത് ആസ് എ ജെൻഡർ ഒരു ഹോമോസെക്ഷുവാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കല്യാണം കഴിഞ്ഞിട്ട് സെപ്പറേറ്റഡ് ആവുന്ന രണ്ട് കപ്പിളിനിടയിലത്തെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഹസ്ബൻഡിന് ഒരു ജെൻഡർ കൺഫ്യൂഷൻ വരികയും അത് പക്ഷേ സമൂഹത്തിനോടും ഫാമിലിയോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ സമൂഹം പുറന്തള്ളപ്പെടുമെന്ന് അറിഞ്ഞിട്ട് വളരെ ഇന്റേണലി മാത്രം അതിനെ ഹാൻഡിൽ ചെയ്ത് അയാളെ സമൂഹത്തിന്റെ ചോദ്യം ചെയ്യലും വേട്ടയാണെന്ന് കൊടുക്കാതെ ഒരു ജെൻഡർ കൺഫ്യൂഷനെ ഡീൽ ചെയ്ത് പുള്ളി അതിന് പുറത്തു വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു വൈഫിന്റെ കഥയായിരുന്നു സാജൻ ബേക്കറി. കാതലിന്റെ കഥ പോലെ തന്നെയുണ്ടല്ലോ. സോറിടാ. അത് കഴിഞ്ഞിട്ട് ഈ കാതൽ കണ്ടു കഴിഞ്ഞപ്പോഴും ബദായിദോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട്, അപ്പൊ ഞാൻ അതുകൊണ്ടല്ല വേണ്ടതാണ്, ആൾക്കാർക്കൊരു ഗ്രാവിറ്റി ഫീൽ ചെയ്യും. അല്ലാതെ മുംബൈ പോലീസ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞു. പക്ഷെ ഇവൻ തന്നെ സിമ്പിൾ ആയിട്ട് 10 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ സ്ഥിരം ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ഗ്രാവിറ്റി ഫീൽ ചെയ്തു. ബീങ് മോർ സിമ്പിൾ, ഞങ്ങൾ ഇന്നും നല്ല സുഹൃത്തുക്കളാണ്, അതിൽ മുകളിലോട്ട് ഞങ്ങൾക്ക് വളരാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ തെറിയല്ല ഇവൻ പറയും, എന്നാലും അത് ഞാൻ അവസാനം സത്യമായിട്ട് തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ട് ഇപ്പൊ എന്താ എന്നിങ്ങനെ ഗഗനചാരി ആദ്യം കാണിച്ചപ്പോൾ മനസ്സിലാവാത്ത അല്ലെങ്കിൽ കഥ പറഞ്ഞ ആൾക്കാരുടെ ഒരാളെ ഞാൻ ഏറ്റവും കണക്ട് ആയ ആളാരാ ഗണേഷ് ഏട്ടൻ. അതിൽ ഏറ്റവും മുതിർന്ന നടൻ. അത് ഭയങ്കര രസകരമായ കാര്യമായിരുന്നു. പതുക്കെ ആൾക്കാരുടെ റിസപ്ഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലോട്ട് റൂട്ടഡ് ആയി. കാര്യം അങ്ങനത്തെ സിനിമ എക്സ്പോഷർ എനിക്കില്ല. അപ്പം അതിൽ നിന്ന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അൻവർക്ക് എന്നെ ആദ്യമായിട്ട് 15 വർഷത്തെ വിളിക്കുന്നു. ആദ്യമായിട്ട് അൻവർക്ക് ഒരു പടം കണ്ട് വിളിച്ചിട്ട് നല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അയ്യോ നീ അപ്പൊ എന്തോ നല്ല വലിയ ചെയ്തേക്കട. അത് കഴിഞ്ഞിട്ട് ഷൈജൂക്ക് എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോടൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഇവരോടൊന്നും.
അപ്പം ഈ ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ വേറെയും ഞാൻ പറയുന്നില്ല, പക്ഷെ ബിഗ് നെയിംസ് ഒക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ അപ്പം ഞാൻ മനസ്സിലാക്കി നീ ചെയ്തതിൽ എന്തോ കാര്യം. അന്ന് ഞാൻ തീരുമാനിച്ചു നിന്നെ അല്ല, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല, നീ എന്താ വെച്ചാ ചെയ്തു. ഞാൻ പൊതുവെ ഇവരോടൊന്നും അഭിപ്രായം പറയാനില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരോട് പിന്നെ പറയുന്നത് സി കുഞ്ഞായിരുന്നല്ലോ ഞാൻ കാണുമ്പോ. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതായത് ഇപ്പം കുഞ്ഞായിരുന്നപ്പോ കണ്ടു, 21 വയസ്സുള്ളപ്പോ കണ്ടു, അത് കഴിഞ്ഞ് പിന്നെ അതേ വളർന്ന് മറ്റേ ഡയറക്ടറായിട്ട് നിൽക്കും, സ്റ്റേറ്റ് അവാർഡും കിട്ടി. എന്റെ ആണി അടിക്കും ഞാൻ. അപ്പൊ ഇനി നെക്സ്റ്റ് പല മൂവി വരുമ്പത്തേനുവേ എന്ത് ചെയ്താലും നമ്മളങ്ങ് വിട്ടുകൊടുക്കാൻ പോകും. ഇതിപ്പം പറയുന്നത് എനിക്ക് ഉറപ്പാ വലയില്. പിന്നെ അതെനിക്ക് രഞ്ജിത് ശങ്കർ എന്നെ മാറ്റിയെടുത്തോണ്ട് സ്ഥാനാർത്ഥി, കാരണം ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇപ്പൊ ചില ഡയറക്ടർ, ഇപ്പൊ ഞാൻ നിഖിലയുടെ ഒരു പടം ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡയറക്ടർ അവിടെ നിന്ന് വരിക. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാന്നറിയോ, അടുത്ത് വന്നിട്ട് പറയുമ്പോ നാട്ടുകാർക്ക് തെറി വിളിക്കാതെ. ആക്ച്വലി ഇതാകുമ്പോ കൊള്ളൂലായിരുന്നു, ഒന്നുകൂടെ പാം. നാട്ടുകാർ കൊള്ളൂലായിരുന്നു, ഒന്നുകൂടെ പാം. പാമത് എന്നോട് 21 ടേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, KSRTC സ്റ്റാൻഡിൽ രാത്രി 2 മണിക്ക് പോകുമ്പം ഞാൻ ഓർക്കൊണ്ട് മുഴുവൻ മദ്യപിച്ചിട്ടുള്ള ആൾക്കാരെ രാത്രി KSRTC സ്റ്റാൻഡ് കൊച്ചിയിൽ അതിനിടയ്ക്ക് കമന്റ്സ് ഉണ്ട്, ഇവൻ ഈ പണിയൊന്നും അറിയില്ലല്ലോ. അപ്പൊ അപ്പൊ ഞാനാണെങ്കിൽ സത്യസന്ധമായിട്ട് 21 പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ എന്തോ അഹമ്മദിന് വേണ്ട കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ കണ്ടെയ്നർ ടെർമിനൽ അതായിരുന്നു. അപ്പൊ ചെറിയൊരു ഉടക്കുണ്ട് എനിക്ക്, ഞാൻ മുഖത്ത് കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരുത്തിന് ഇവനൊക്കെ ആരാ പോലീസ് എടുത്തേക്കുള്ളവരെയൊക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഹ്യൂമർ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ മുഖം വെക്കാം. ഇത് മനോജ് വളരെ സീരിയസ് ആയിട്ട് ഭാര്യയായിട്ട് സംസാരിക്കുമ്പം വെച്ചേക്കുന്നുണ്ടാവും, അത് പറ്റില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 20ാമത്തെ ടേക്കിൽ 21-ൽ ഇത് ഓക്കെ വിളിച്ചു. അപ്പൊ ഞാൻ ഉറക്കെ പറഞ്ഞു സാർ 1 more. അപ്പൊ അവര് വിചാരിച്ചോട്ടെ ഞാനും കൂടെ സഹരിച്ചോട്ടെ ഈ 1 more കളി എനിക്കും കൂടെ വേണ്ടിയിട്ടാന്ന് ഞാൻ ഉറക്കെ അവര് കേക്ക് വിളിച്ചു. എന്നിട്ടോ അപ്പൊ അവര് വിചാരിക്കില്ലേ ഓ അവനും 1 more വിളിക്കണു. ഇപ്പൊ ആ നമ്പർ ഞാൻ പലയിടത്തും ഇടും. ഫീനിക്സിലെ വിഷ്ണു ആ വിരല് മോൾ ഒടിക്കില്ലേ, അപ്പൊ എന്റെ ഒരു റിയാക്ഷൻ വേണം. എന്റെ ജീവിതത്തിൽ എന്റെ മുമ്പിൽ നിന്ന് ആരും ഇതൊരു വിരലൊടിച്ചിട്ടില്ല, എനിക്ക് റിയാക്ട് അറിയില്ല. അപ്പൊ ഞാൻ വിഷ്ണു ഞെട്ടണോ വേണ്ട ഏട്ടാ, കുറയ്ക്കണോ ഒന്നുമില്ല ഏട്ടാ. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും, 40 ടേക്ക് പോയി. ഓ മൈ ഗോഡ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് വിരലൊടിക്കുന്ന പിന്നെ സഹിക്കാം, കുറെ വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ചന്തു വന്നിട്ട് പറയുന്നത്. അപ്പൊ അജിച്ചേട്ടൻ എന്ത് ട്രസ്റ്റ്, മീൻസ് എന്ത് കണ്ടിട്ട് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ ഒരു ഗഗനചാരിയില് അയാളൊരു മണ്ടനാണ്. വൈബായിട്ട് നടക്കുക, ഒരു മണ്ടത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ എനിക്ക് അതില് വലിയ അഭിനയിക്കുന്ന മൊമെന്റിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്തൊക്കെയോ ചെയ്യുന്നുള്ളത് വലിയ ധാരണ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ക്യാരക്ടറിനെ ഫീൽ ചെയ്തോ? ഞങ്ങൾക്ക് ഇടയിൽ അങ്ങനെ ഹോണസ്റ്റ്ലി ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ടേക്കിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചില സാധനങ്ങൾ ഭയങ്കര അഡമന്റ് ആയിട്ട് ഇങ്ങനെ പോലെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കൺവിൻസ് ചെയ്യാന്നുള്ള പാർട്ടാണ് നമുക്ക് ആ ഒരു നമ്മൾ ഇന്റലക്ച്വലി അതിനെ പ്രസൻസ് ഓഫ് മൈൻഡിൽ അത് കാണുന്നു അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിട്ടുവരും. അല്ലാത്തടത്ത് പുള്ളി കൃത്യമായിട്ട് പുള്ളി ചോദിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ പുള്ളി ഡിമാൻഡ് ചെയ്യും എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എന്റെ സെറ്റിൽ മാത്രമല്ല അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് തന്നെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഇങ്ങനൊക്കെ ഗൂഫി ആയിട്ട് പറയെങ്കിലും ഭയങ്കര എനിക്കറിയില്ല എന്നൊക്കെ പറയെങ്കിലും ഒടുക്കത്തെ പ്രസൻസ് ഓഫ് മൈൻഡാ. അത് കാരണമാണ് എല്ലാ റോൾസും ഒരു ഗെറ്റ് അവേ ജോബായിട്ട് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് ആ സീനിൽ അതിന്റെ ഒരു സബ്ജക്ട് അവയർനെസ് ഉണ്ടല്ലോ, അത് ഉണ്ടാവും. അതിനൊരു മിനിമൽ ഗ്യാരണ്ടി ഉണ്ട്. അത് ഭയങ്കര നല്ലതാ ഫോർ എ ക്യാരക്ടർ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ക്യാരക്ടറിന് ഇൻവോൾവ് ആയി മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ സബ്ജക്ട് അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതുണ്ട് നന്നായിട്ട്. പറഞ്ഞതിൽ കുറച്ചല്ലേ പിടികിട്ടിയുള്ളൂ. ഇതാണ് ഇവന്റെ പ്രശ്നം. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു. അതായത് ശശി തരൂര്, പൃഥ്വിരാജ് സുകുമാരൻ, അത് കഴിഞ്ഞ കുറെ ഞാൻ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ അഞ്ചു നിന്നെ ഒന്ന് ഏറിവിടാൻ റോക്കറ്റ് കെട്ടി പഞ്ഞിയൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഞാൻ അരുൺ ചന്ദുവിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ക്ലാസ്സോ? ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ വന്നൊരു ക്ലാസ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ഈ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അതായത് വലിയ വലിയ കാര്യങ്ങളാ പറയുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ മനുഷ്യന്റെ തോട്ട് എവിടെ പോയി കിടന്നാലാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന്. ഓഫ് റെക്കോർഡ് ഞാൻ ഇപ്പൊ ഇദ്ദേഹത്തിന് വിളിച്ചൊരാളുടെ പേര് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കണക്ട് ആയത് ഇങ്ങനെയാണ്. ഇത് ഓൺ റെക്കോർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പൊ വലയൊക്കെ വരികയല്ലേ, Okay, അപ്പൊ വെറുതെ ഡയറക്ടറെ തള്ളാന്ന് വിചാരിക്കും വേണ്ട. അജിചേട്ടന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉണ്ണിമൂലം, കുഞ്ഞിരാമായണം, നമ്മൾ ഓരോ ക്യാരക്ടറിനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കാണണം. എത്ര വേഗമാണ് അഡാപ്റ്റ് ആ ഒരു ക്യാരക്ടറിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അജിചേട്ടന് ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? ഈ കുഞ്ഞിരാമായണത്തിന്റെ കേസിൽ അജുവേട്ടനാണ് ആ കാര്യം സജസ്റ്റ് ചെയ്തത്. നമ്മൾ വായിൽ മുറുക്കാൻ വെക്കാം എന്നുള്ളത് അജുവേട്ടനാണ്. സഞ്ജു അതെ, നടിച്ചത് അതെ, അത് 1983. 1980 അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ നേരത്തെ KCF-ന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അജുവേട്ടൻ സിനിമകളിൽ നിന്നാണോ റെഫറൻസ് എടുക്കുക? എനിക്കൊരു ചോദ്യമാണ്. സിനിമകളിൽ നിന്നാണ് ഇപ്പൊ ഞാൻ കേട്ടിടത്തോളം റെഫറൻസ് എടുക്കുന്നത് ക്യാരക്ടേഴ്സ്. റിയൽ ലൈഫിൽ നിന്ന് എങ്ങനെ എടുക്കാറുണ്ടോ? റിയൽ ലൈഫിൽ ഇല്ല, സിനിമകളിൽ നിന്നാണ്. റിയൽ ലൈഫിൽ നിന്ന് എന്റെ കണ്ണിൽ പെടാറില്ല. ഇപ്പൊ ലവ് അണ്ടർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അത് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. ഇപ്പൊ കോപ്പി അടി എന്ന് പറയുമ്പോൾ അത് തന്നെ അടിക്കല്ലോ നമ്മൾ. ഇപ്പൊ ചില സമയത്ത് വിഷ്ണു വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിക്കും വിഷ്ണു ഇദ്ദേഹത്തെ ചന്ദ്രലേഖയില് മറ്റേത്, ഓക്കെ 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 അത് എനിക്കും അവനും കിട്ടി എന്ന് വെച്ച് ചന്ദ്രലേഖയില് കൃത്യമായിട്ട് ലാൽസാറ് ചെയ്തത് അങ്ങനെ അടിക്കാനല്ല, അതിന്ന് കുറച്ച് അഡാപ്റ്റ് ചെയ്യാൻ അല്ലേ? ആ അത് രാജമൗലി സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഐ ഡോണ്ട് റിഗ്രറ്റ് ഇൻ കോപ്പിങ് എന്ന് കൃത്യമായിട്ട്. കാര്യം എല്ലാം തുടങ്ങി ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി 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 എന്നാണ് വരാറുള്ളൂ. ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെയാണ് ചെയ്തത്. കൂടുതൽ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ റിയൽ ലൈഫിൽ നിന്ന് ആൾക്കാരെ നോട്ട് ചെയ്തിട്ട്, അപ്പൊ ഈ നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് നിന്നായിരിക്കും ഇൻസ്പയർ ആയിട്ട് ഒരു ക്യാരക്ടറിനെ സൃഷ്ടിക്കാം. അത് സ്ക്രീനിൽ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അശോകന്റെ നമ്മൾ അവിടെ നിന്ന് അർജുന്റെ ഇപ്പം പേരിലൂരിൽ സെറ്റ് വരാത്തോട്ട് വന്നില്ല. അന്ന് ഗുരുവായൂരിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കായിരുന്നു. ഏറ്റവും ടഫ് റോളുകളിലോട്ടായിരുന്നു എനിക്ക് പേരിലൂർ സൈക്കോപാടി. ഏറ്റവും ടഫ് റോള് ചെയ്യുന്നതിനേക്കാളും ഡബ് ചെയ്യുന്ന പിന്നെയും പ്രവീൺ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. കാര്യം ഒന്ന് സൈക്കോ എപ്പോഴും അങ്ങനത്തെ റോൾസ്, മദ്യപിക്കുന്ന റോൾസ് ടഫാണ്. മീറ്റർ ആണോ നമുക്ക്? എനിക്ക് ഈസി ആയിട്ടുള്ള ആക്ടർ. പക്ഷെ അതിനകത്ത് പേരലൂരിനെ സംബന്ധിച്ചിടത്തോളം ആ മറ്റേ മൊത്തം ഗ്രാമത്തില് മറ്റേ എല്ലാരും പ്രശ്നക്കാരാ, പക്ഷെ അവരൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്കൊക്കെ പണി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഏറ്റവും ബ്ലെസ്സിങ് ഒരു ആക്ടർ കിട്ടുക ഓദർ സപ്പോർട്ടുള്ള റോൾസ് കിട്ടുക. ഇപ്പൊ സാജന്റെ ഫാദറിന്റെ റോള് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സാജൻ ബേക്കറിയിലെ. അത് ഈ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അങ്ങനത്തെ വേഷം ചെയ്യണേന്ന്, ഒരു പരിചയമില്ലാത്ത ഒരാൾ. അപ്പൊ അത് കാര്യം അതിലൊരു ഡെപ്ത് ഉണ്ട്. മദ്യപാനിയാണ്. അതിൽ ഏറ്റവും അവസാനം ഗ്രേസിനെ ഞാൻ പോയി ക്ഷമ പറയുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര ഞാൻ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത സീനാണ്. ഓദർ സപ്പോർട്ടുള്ള വേഷങ്ങൾ കിട്ടിയത് ഇതാണ്. ഇതിന്റെ ഒക്കെ തീർച്ചയായിട്ടും ഇവരൊക്കെ ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നപ്പം അതിൽ നിന്നൊരു റിസൾട്ട് വരാൻ കാര്യം ആ തന്ന ക്യാരക്ടേഴ്സ് ആണ്. ഓൾ സ്റ്റാർട്ട്സ് ഫ്രം മിനി ശ്രീനിവാസ്. മനുഷ്യനെ ഞാൻ പിന്നെ ഒരിക്കലും തള്ളാൻ വിളിക്കത്തില്ല, ചാൻസും ചോദിക്കില്ല. കടൻ മാത്രം ഞാൻ ചോദിക്കും, അത് പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലാതെ വിനീതിനോട് മാത്രം ഞാൻ ഒന്നും ചോദിക്കില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് അല്ലേ? അങ്ങനെ ഒരു ഫ്രണ്ട് ആർക്കാണ്? ഡബിൾ റോൾ കൂടെ തന്നിട്ട് ഇനി മിണ്ടരുതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡബിൾ റോൾ ചെയ്യിപ്പിച്ച് ചന്തുവാണ്, പിന്നെ അതും കൂടെ ചെയ്യിപ്പിച്ച് ഇനി മിണ്ടരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ കണ്ടപ്പോ പറഞ്ഞു എനിക്ക് നിന്നെ ക്ലീൻ ഷേവ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ വേഷങ്ങൾ നീ കൂടുതലും ചെയ്യും. പുള്ളിക്ക് എന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. എനിക്ക് പക്ഷെ കുറച്ചും കൂടി എന്നെ മാച്ചോ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു നമ്മുടെ ഒരു സെലിബ്രേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ്സിൽ വന്നതിന് അരുൺ ചന്തുവിനും ദീപു ചേട്ടനും ഒത്തിരി 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 നന്ദി. ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകളൊക്കെ അടിപൊളിയാവട്ടെ. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.